സുഹൃത്തുക്കൾ ജൂണിലെ തിയേറ്ററിലേക്ക് എത്തും. മാളികപ്പുറത്തിന് ശേഷം അതേ സെയിം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് സുഹൃത്തുക്കൾ. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ ചെയ്ത സിനിമയാണ്. ഏകദേശം 1.5 വർഷത്തോളം ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിരുന്നു. 85 ദിവസം ഷൂട്ട് ചെയ്തു. അതിൽ തന്നെ ഒരു 45 ദിവസത്തോളം ഫുൾ നൈറ്റ് കാട്ടിലായിരുന്നു ഷൂട്ട്. ഒരു ഹൊറർ കോമഡി ജോണർ എന്ന സിനിമയാണ്. ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കുറേ അധികം ചിരിക്കാനും കുറച്ച് പേടിക്കാനുള്ളൊരു സിനിമയാണ് സുഹൃത്തുക്കൾ. അപ്പം എൻ്റെ എല്ലാ സിനിമകൾക്കും സപ്പോർട്ട് തന്നിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫിലെ എല്ലാ മലയാളികളും തമ്മിൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് സുഹൃത്തുക്കളോട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു വലിയ ഫംഗ്ഷനാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത്. ഞങ്ങൾ ഫുൾ ടീം വരുന്നുണ്ട്. ഉടനെ തന്നെ അന്ന് കൂടുതൽ വിശേഷങ്ങൾ വന്നു വെക്കാം. എല്ലാവരോടും വീണ്ടും കാണാം. ടീസറിന് നിങ്ങൾ തന്നൊരു സപ്പോർട്ട് ഇനി വരും ദിവസങ്ങളിൽ ട്രെയിലർ വരുന്നുണ്ട്. അതിനുശേഷം സോങ്സ് വരുന്നുണ്ട്. എനിക്കൊന്ന് കുറേ നാളിന് ശേഷം തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു 3-4 സോങ്സ് ഉള്ളൊരു സിനിമയും കൂടെയാണ് സുമതിയുള്ളത്. തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. അത് പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ജൂണിൽ തന്നെ പടം തിയേറ്ററിലേക്ക് എത്തും. സുമതി വളവ് ഒരു മിത്തിന്റെ പുറത്തുള്ള ഒരു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഏഷ്യാനെറ്റിലെ ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള അതിൽ വന്നിട്ടുള്ളത്. ഇത് പാലോട്ടിനടുത്തുള്ള സുമതി വളവാണ്. ആ കഥ തന്നെയാണോ നമ്മൾ ഈ ചെയ്തേക്കുന്ന? ആ വളവും ആ ഒരു സ്ഥലവും നമ്മൾ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കഥ ഒരു ഫിക്ഷനാണ്. ഒരിക്കലും പാലോട് നടന്ന യഥാർത്ഥ സുമതിയുടെ കഥയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ കഥ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വളവിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 90s കഥ പറയുന്നത്. 93-ലാണ് കഥ കിടക്കുന്നത്. 93-യുടെ പ്രത്യേകത എന്താ വെച്ചാൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ മലയാളികൾക്ക് കിട്ടിയ വർഷമാണ് 93. ഈ സിനിമ സംഭവിക്കുന്നതും മണിച്ചിത്രത്താഴ് റിലീസായ സമയത്താണ് കഥ നടക്കുന്നത്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ ഈ പടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് ഞങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ പല കാര്യങ്ങളും. പിന്നെ 93-ലെ ഹിറ്റ് സിനിമകളായ 1-2 സിനിമകളും കൂടെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് റെഫറൻസ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് ഒരു നാട്ടുമ്പുറം കോമഡി പടമാണ്. നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു യക്ഷിക്കഥയാണ്. അപ്പോൾ ഈ നാട്ടുമ്പുറത്ത് ഒരു തിയേറ്ററും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള സീക്വൻസും ഒക്കെയാണ്. അപ്പോൾ അതിൽ മലയാളികൾക്ക് വീണ്ടും ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഈ പറയുന്ന മണിച്ചിത്രത്താഴും മേലേപ്പറമ്പിയാനോടും ഒക്കെ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു യക്ഷിപ്പടം ഹൊറർ ജോണറിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് തമിഴിൽ തെലുങ്കിലൊക്കെ ഒരുപാട് പടങ്ങൾ, ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പടങ്ങൾ വരാറുണ്ട്. മലയാളത്തിൽ വളരെ കുറവാണ്. വന്നാൽ തന്നെ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളത് വലിയ ഒരു പാടുള്ളൊരു വിഷയമാണ്. നമ്മൾ ആകാശഗംഗയ്ക്ക് ശേഷം പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അതെ ഹൊറർ അല്ല, രോമാഞ്ചം ആ കാറ്റഗറിയിൽ ഒരു ഹിറ്റ് പടമായിരുന്നു. പക്ഷെ വളരെ ചുരുക്കമാണ്. ഞങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, വളരെ ചുരുക്കമാണ് ആ ജോണറിൽ നമുക്ക് സക്സസ് റേറ്റ് ഉള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ആ ചലഞ്ചിനാണ് ഞങ്ങളോട് ജയിച്ചത്. നമുക്ക് ഇപ്പം മാളികപ്പുറം ചെയ്യുമ്പോൾ എല്ലാവരും ഞങ്ങളടുത്ത് പറഞ്ഞാണ്. കാരണം ഇപ്പോൾ ഓക്കെ 70s-നും 60s-നും ഒക്കെ ഭക്തി സിനിമകൾ ഓടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇന്നത്തെ കാലത്ത് അത് ഓടില്ല എന്ന് പറഞ്ഞിടത്താണ് ഒരു ഡിവൈൻ ബേസിൽ ഒരു കഥ പറഞ്ഞ് ഞങ്ങളത് സക്സസ് ആക്കിയത്. അപ്പം ആ കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങൾ ഈ പടം ചെയ്യാനുള്ള തീരുമാനം. അപ്പം ഞാനായാലും വിഷ്ണു ആയാലും ഞങ്ങളുടെ ടീമായാലും നമ്മൾ ഈ കഥ പറയുമ്പോൾ നമുക്കിത് ചെയ്യാം, ഒരു വലിയ ക്യാൻവാസ് എടുക്കണം എന്നുള്ള ആലോചിച്ചു. പണ്ട് 2019 ഞങ്ങൾ ഈ പടം ആലോചിക്കുമ്പോൾ ഒരു 3.5-4 കോടിയിൽ അപ്പുറത്തേക്ക് ഇത് ആലോചിക്കാൻ പറ്റാത്തൊരു പടമായിരുന്നു. അന്ന് ഞങ്ങൾ പടങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ പുതിയ റൈറ്റർ, പുതിയ ഡയറക്ടറൊക്കെയാണ്. ഇന്ന് അതേ സിനിമ വലിയ ക്യാൻവാസ് ഞങ്ങൾ 15 കോടിയോളം ബഡ്ജറ്റിലാണ് സുമതിയോളം ഒരുക്കിയിരിക്കുന്നത്. അപ്പം അത് വിഷ്വലി തിയേറ്ററിൽ ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു വലിയ ബഡ്ജറ്റ് മാറ്റി വെച്ചിരിക്കുന്നതിന് മേക്കിങ്ങിനാണ്. അപ്പം അത് തിയേറ്ററിൽ അത്ര പ്രതീക്ഷയോടെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമാണ് സിനിമ വിജയിപ്പിക്കുന്നത്. അപ്പം മോശമാവില്ല എന്നുള്ള നല്ല വിശ്വാസമാണ്. അതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഓർമ്മ. ഈ ഒരു ടൈറ്റിൽ അതിൽ സുമതി നമ്മൾ എത്രത്തോളം ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്? സുമതിയോള് മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. അതുമല്ല, അത് ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ എന്റെ മുത്തശ്ശിക്ക് ഏകദേശം 80 വയസ്സിന് മുകളിലാണ്. 85 വയസ്സാണ്. മുത്തശ്ശി അതിൻ്റെ തിരുവനന്തപുരത്തുള്ള സുമതിയോളമാണോ ചോദിക്കുക. അപ്പൊ അത് മലയാളികൾക്ക് അറിയാവുന്ന ഒരു പേര്, അറിയാവുന്ന ഒരു സ്ഥലം. അതൊരു ബാധ്യതയും കൂടെയാണ് ഞങ്ങൾക്ക്. തിയേറ്ററിൽ വരുന്ന ആളുകൾക്ക് പ്രതീക്ഷ ചിലപ്പം ഒറിജിനൽ സുമതിയോളതിന്റെ കഥയാണോ അല്ലെങ്കിൽ പണ്ട് അവിടെ നടന്ന കൊലപാതകത്തിന്റെ കഥയാണോ എന്നൊരു സംശയമൊക്കെ തോന്നും. പക്ഷെ അതിനോട് നീതി പുലർത്താൻ പറ്റുന്ന രീതിയിലാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാം. ജൂണിൽ തന്നെ പടം തിയേറ്ററിൽ എത്തും. ഇപ്പം വരും ദിവസങ്ങളിൽ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. അപ്പം ഗൾഫിലും ആ പടം ഒരു വലിയ വിജയമാക്കി തരണം. ഈ അനുഭവങ്ങളും കാസ്റ്റും ക്രൂവിനൊക്കെ ഒന്ന് പറയാമോ? അതിന്റെ കാസ്റ്റിംഗ് വന്നേക്കുന്നത് വെച്ചാൽ അർജുൻ അശോക്, ഗോകുൽ സുരേഷ് ഗോപി, ബാലു വർഗീസ്, സൈജു കുറുപ്പ്, ബോബി കുരി, നമ്മുടെ പണിയിലൊക്കെ ഭയങ്കര നല്ല ബോബി ചേട്ടൻ. പിന്നെ ഏകദേശം 6ഓളം ഹീറോയിൻസ് സിനിമയിലുണ്ട്. മാളികപ്പുറത്തിലെ 2 ബാലതാരങ്ങളും ദേവനന്ദയും ശ്രീപദും ഉണ്ട്. പിന്നെ കുറെ അധികം ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ, പിന്നെ സുമതി.
ഇതിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളും? ലൊക്കേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഞങ്ങളൊരു പാലക്കാടും അതുപോലെ മറയൂരുമാണ്. പാലക്കാടാണ് മേജർ പോർഷൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പാലക്കാട് അതിൽ തന്നെ ഒരു 47 ദിവസം കാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മലബാറിലും വാളയാറിലുമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ചലഞ്ചുള്ള ഷൂട്ടായിരുന്നു അതിന്റെ ഈ നൈറ്റ് ഷൂട്ട് എന്ന് പറയുന്നത്. അത് ചെറിയ ചലഞ്ച് ആയിരുന്നില്ല, വലിയ ചലഞ്ച് വരും. സിനിമ ഇറങ്ങിയ ശേഷം ഞങ്ങൾ അതിന്റെ മേക്കിംഗ് വീഡിയോസ് പുറത്തു വിടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലുള്ള ചലഞ്ചാണ് ഞങ്ങൾ എടുത്തതെന്നുള്ളത്. പിന്നെ ആ ചലഞ്ചൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ഔട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആളുകൾ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇന്റർവെൽ പോർഷൻ ഒരു 15 മിനിറ്റ് നേരം ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് സൗണ്ട് സിസ്റ്റം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. അത് ഇതിന്റെ സൗണ്ട് മിക്സിംഗ് സമയത്ത് രാജാകൃഷ്ണൻ ചേട്ടൻ ഭയങ്കര രസമായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ ആ ലൊക്കേഷനിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും, ഈ സുമതി വളവിൽ എത്തുന്ന അവസ്ഥയായിരിക്കും തിയേറ്ററിൽ. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നത്. ഈ സുമതി വളവ് എന്നുള്ള വളവ് എങ്ങനെയാണ്? ഞങ്ങളത് കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോയി ലൊക്കേഷൻ തപ്പി മനസ്സിന് ഒത്തൊറം കിട്ടാന്ന് പറഞ്ഞ് ലാസ്റ്റ് പാലക്കാടാണ് അത് കിട്ടുന്നത്. അതിനെ ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അതൊരു എക്സ്പ്ലോറായിട്ട് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അതിൻ്റെ തന്നെ 2 കാലഘട്ടം ഞങ്ങൾക്ക് വേണം. 1960s ഉണ്ട്, 90s ഉണ്ട്. അത് ഈ 2 കാലഘട്ടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി 2 കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ ചലഞ്ചായിരുന്നു ഈ വളവ് റീക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് അജയ് മാങ്ങാട് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ വളരെ രസകരമായി അത് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ജോലി വളരെ ഡീസൻ്റ് വെച്ചിട്ടുണ്ട്. 2 വലിയ ആക്ഷൻ ബ്ലോക്കുകളുണ്ട് പടത്തിൽ. 2 ആക്ഷൻ ബ്ലോക്കുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറേ ദിവസം എടുത്തിട്ടാണ്. അത് നല്ല രസമായിട്ട് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ 4 സോങ്സ് ഉണ്ട് പടത്തിൽ. 4 സോങ്സും വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യും. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സോങ്സ് തന്നെ ആയിരിക്കും അത്. അതിൽ തന്നെ ഒരു ഉത്സവ സോങ് ഉണ്ട്, കുറേ അടിച്ചുപൊളി, കുറേ നാൾ ചെയ്ത ഒരു ഡാൻസ് പരിപാടി വരുന്ന ഒരു പാട്ട് അതിലുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഒത്തു വരുവാണെങ്കിൽ ബാക്കിയെല്ലാം തിയേറ്ററിൽ കാണാം. ഈ വളവ് തേടി പാലോട് പോയെന്നോ? തിരുവനന്തപുരത്ത് പാലോട് ഞാൻ ഓൾറെഡി ഷൂട്ടിന് മുന്നേ 2 തവണ ഞങ്ങൾ പോയി. ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇപ്പൊ അടുത്തൊരു 2 ആഴ്ച മുന്നേ ഞങ്ങളൊന്ന് പോയി. അതൊരു ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ചെല്ലുമ്പോൾ. നമ്മൾ ചെയ്യുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളവ്. അപ്പൊ പലരും പറഞ്ഞ് പേടിപ്പിച്ചോണ്ട് രാത്രി അവിടെ ചെല്ലുന്നത്. ഞാനും അർജുനും ഞങ്ങളുടെ ക്രൂ 2 തവണ പോയത് രാത്രി 12 മണി. അർജുനും ഒപ്പം ഉണ്ടായിരുന്നു. അർജുൻ, ഞാന്, നമ്മുടെ മണിയമ്പിളരാഴ്ചയുടെ മകൻ നിരഞ്ജൻ, അപർണദാസ്, ഞങ്ങളെല്ലാവരും 1000 തവണ പോകുന്നത്. അതിനു മുന്നേ ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കാലത്ത് ഈ വളവിനെ പറ്റി കേട്ടിട്ട് ഞാൻ പകല് പോയിട്ടുണ്ട്. അത് 2012. അന്ന് അവിടെ നിന്നൊക്കെ തോന്നിയ ഒരു ചെറിയൊരു ഐഡിയ ആണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഒരുപാട് നാളുകൊണ്ട് മനസ്സിലുണ്ട ഒരു സ്വപ്നമാണ് സുമതിവളവ്. അപ്പം അത് കംപ്ലീറ്റ് ആയി. സെൻസർ കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞു. ഇപ്പം പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് 28-ാം തീയതി മുതൽ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും. ജൂൺ ഒരു പകുതിയോടെ തന്നെ തിയേറ്ററിലെത്തും. ബാക്കിയൊക്കെ ദുബായിൽ പ്രൊമോഷൻ ഉണ്ടാവില്ലേ? ദുബായിൽ പ്രൊമോഷൻ മാത്രമല്ല, ദുബായിൽ ഞങ്ങൾ അതിന്റെ ഒരു ലോഞ്ച് പ്ലാൻ ചെയ്തതാണ്, വലിയ പരിപാടി. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാ ആളുകളും എത്തണം. അപ്പോൾ എല്ലാവരും വിശേഷങ്ങൾ നേരിട്ട് പറയാം.